തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ദേശീയപാത നിർമ്മാണ അതോറിറ്റി വലിയ വീഴ്ച വരുത്തുന്നുവെന്ന് P. അബ്ദുൽ ഹമീദ് MLA. നിരവധി പേരുടെ ജീവൻ പൊലിയാനിടയാക്കുന്ന അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും MLA ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ചേർന്ന വികസന സമിതി യോഗത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. ദേശീയപാതയിലെ ഡ്രൈനേജ് ഔട്ട്ലെറ്റ് വഴി വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം നിരവധി തവണ ഉന്നയിച്ച കാര്യവും MLA ഓർമ്മിപ്പിച്ചു. ദേശീയപാത 66 നിന്ന് പരപ്പനങ്ങാടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തെ ഗതാഗതക്കുരുക്ക് തീർക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നും പണി പൂർത്തിയായ ഭാഗങ്ങൾ ഉടൻ തുറന്നു കൊടുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, MLA മാരായ അഡ്വക്കേറ്റ് UA ലത്തീഫ, P. നന്ദകുമാർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, KP മജീദ്, P. ഉബൈദുള്ള, നഗരസഭാ അധ്യക്ഷർ ADMC മുഹമ്മദ് റഫീഖ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PD ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.